പച്ചമുളക് പാൽക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട ചേരുവകൾ പച്ചമുളക്, വേപ്പില, വാളംപുളി കുതിർത്തിട്ട് അത് പിഴിഞ്ഞെടുത്തത്, ഉപ്പുപൊടി, വെളിച്ചെണ്ണ, പിന്നെ നാളികേരപ്പാൽ 2 തരത്തിൽ പിഴിയണം. ആദ്യത്തെ പാല് ഇത്തിരി കട്ടിയിലും രണ്ടാമത്തെ പാല് എടുത്തിട്ട് അതിലാണ് വേവിക്കേണ്ടത്. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ടാമത്തെ പാല് ഒഴിച്ചു കൊടുക്കണം. ഈ പാലിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഈ പച്ചമുളക് നന്നായി ഇതിൽ കിടന്ന് വെന്ത് വരണം. അതിന് നമ്മൾ തീ ഇത്തിരി കൂട്ടിയിട്ടിട്ട് ഇളക്കി കൊടുക്കണം. തുടർച്ചയായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ പാല് ഒരു പിരിഞ്ഞ പോലെ ആവും. അതിന് അനുവദിക്കരുത്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് മാത്രം പുളി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഇതിൽ കിടന്ന് വേവാൻ അനുവദിക്കണം. പണ്ട് എൻ്റെ ഉമ്മയും വല്യമ്മയൊക്കെ ഇങ്ങനെ ഒരു കറി വെക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ കുറേ ഭക്ഷണം കഴിക്കും. ചോറിന് നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ. ഇതിങ്ങനെ നന്നായി തിളക്കുമ്പോൾ, തിളച്ച് പൊന്തി പോകുന്നുണ്ടെങ്കിൽ ഇതിലത്തെ പുളിയും ഉപ്പും കറക്റ്റായിട്ടില്ല എന്നാണ് ഉമ്മയൊക്കെ പറയാറ്. അപ്പം നമ്മൾ കുറച്ച് ഒരു നുള്ളുപ്പിട്ട് നോക്കുക, അതല്ലെങ്കിൽ ഒരു ഇത്തിരി പുളിയും കൂടി ഒഴിക്കുക. അപ്പം അത് കറക്റ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ രണ്ടും കറക്റ്റാണ്. അത് ഏത് കറി വെക്കുമ്പോഴും തിളച്ച് പൊന്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അതിൽ ചേർക്കേണ്ടത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പച്ചമുളകിൻ്റെ ഈ പച്ചക്കളർ മാറുന്നത് വരെയാണ് ഇതിൽ കിടന്ന് തിളക്കേണ്ടത്. ആ പച്ചക്കളർ മാറി ഒരു വാടിയ കളർ വരുമല്ലോ, അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആ രീതിയിലാവുമ്പോൾ നമുക്ക് ആദ്യത്തെ പാല് മാറ്റി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളകൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാല് നമ്മൾ മാറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം തീ കുറച്ചിട്ടിട്ട് വേണം ഈ പാല് ചേർത്ത് കൊടുക്കാൻ. ഈ പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ, അധികം വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കണം. പച്ചമുളക് പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റണം. പച്ചമുളക് പാൽക്കറി നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല വിശപ്പിൽ വരുമ്പോൾ ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും വായന്ന് പോയിട്ടില്ല.